Hi guys, welcome back to a new video. In this video, we are about to learn a new lesson. The Adventures in a Banyan Tree, written by Ruskin Bond. Ruskin Bond എഴുതിയ The Adventures in a Banyan Tree എന്ന മനോഹരമായിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഈ വീഡിയോ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. This story is about the childhood experiences of Ruskin Bond when he was living with his grandparents in Dehra. Ruskin Bond തൻ്റെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കൂടെ ഡെറാഡൂണിൽ തൻ്റെ കുട്ടിക്കാലത്ത് ജീവിക്കുമ്പോൾ അന്ന് മുത്തശ്ശൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഒരു വലിയ ഒരു ആൽമരവും അതിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഒരുപാട് ജീവികളും അവയുമൊക്കെയായി അടുത്തിടപഴകാനും അവയൊക്കെ അറിയാനും സ്നേഹിക്കാനും അദ്ദേഹത്തിന് കിട്ടിയ ഏറ്റവും മനോഹരമായ കുട്ടിക്കാലത്തെ എക്സ്പീരിയൻസസ് ആണ് ഈ സ്റ്റോറിയിൽ റസ്കിൻ ബോണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ലെറ്റ്സ് റീഡ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ദ സ്റ്റോറി ഫസ്റ്റ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് വീൽ ഗോ ടു ദ സ്റ്റോറി. ഇൻട്രൊഡക്ഷൻ വായിച്ച ശേഷം നമുക്ക് സ്റ്റോറിയിലോട്ട് കടക്കാം. Nature is for all living beings. Man should live in harmony with nature. Being one with nature is always mesmerizing. Have you ever got a chance to spend your leisure time with nature? Let's read how a boy experienced and blended with the essence of nature. In the introduction, we can see that nature is for all living beings and man should live in harmony with nature. പ്രകൃതി ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. നമ്മൾ മനുഷ്യരും ഇതിൻ്റെ ഈ പ്രകൃതിയുടെ ഭാഗമാണ്. പ്രകൃതിയുമായി വളരെ താളാത്മകമായി നല്ല രീതിയിൽ ജീവിച്ചു പോകാൻ മനുഷ്യന്മാർക്കും സാധിക്കണം. പക്ഷെ നമ്മൾ പലപ്പോഴും കാണാറുള്ളത് മനുഷ്യർ പ്രകൃതിയെ വലിയ രീതിയിൽ ചൂഷണം ചെയ്യുന്നതായിട്ടും പ്രകൃതിയിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് പോലും ഭീഷണിയാവുന്ന പല രീതിയിലുള്ള കാര്യങ്ങൾ മനുഷ്യർ ചെയ്തു കൂട്ടാറുണ്ട്. ഈ കഥയിൽ റസ്കിൻ ബോണ്ടിൻ്റെ കുട്ടിക്കാലത്തുള്ള ആ കുട്ടി ദ ബോയ് എന്നാണ് പറയുന്നത്. ആ ബോയ് പ്രകൃതി എത്രമാത്രം സ്നേഹിക്കുന്നു, പ്രകൃതിയിലെ ഓരോ ജീവജാലങ്ങളെയും അവൻ എത്ര കൗതുകത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയുമാണ് അവൻ അടുത്തറിയാനും അതിനെ മനസ്സിലാക്കാനും ശ്രമിക്കുന്നതെന്ന് ഈ സ്റ്റോറിയിലൂടെ നമുക്ക് വായിച്ച് പഠിക്കാം. So let's go to the story. Though the house and grounds of our home in India were grandfather's domain, the magnificent old banyan tree was mine, chiefly because grandfather at the age of 65 could no longer climb it. Ruskin Bond says, though the house and grounds of our home in India were grandfather's domain, the old magnificent banyan tree was chiefly mine, because grandfather at the age of 65 could no longer climb it. തങ്ങൾ താമസിക്കുന്ന വീടും വീടിൻ്റെ പരിസര പ്രദേശങ്ങളും മുത്തശ്ശൻ്റെ ഡൊമൈനായിരുന്നു, മുത്തശ്ശൻ്റെ കീഴിലായിരുന്നെങ്കിൽ ദ ഓൾഡ് മാഗ്നിഫിസൻറ്റ് ബനിയൻ ട്രീ, വളരെയധികം പഴക്കം ചെന്ന അതിമനോഹരമായിട്ടുള്ള ആ ഒരു ബനിയൻ ട്രീ ആൽമരം എൻ്റെ കേന്ദ്രമായിരുന്നു, എൻ്റെ അണ്ടറിലായിരുന്നു പറയാം. വൈ? ബിക്കോസ് ഗ്രാൻഡ് ഫാദർ അറ്റ് ദ ഏജ് ഓഫ് 65 കുഡ് നോ ലോങ്കർ ക്ലൈംബ് ഇറ്റ്. മുത്തശ്ശന് 65 വയസ്സായത് കാരണം ആ ആൽമരത്തിൻ്റെ മേലേക്ക് എന്ത് ചെയ്യാൻ സാധിച്ചിരുന്നില്ല, വലിഞ്ഞ് കയറാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് ആൽമരം ഒഴികെയുള്ള എല്ലാ സ്ഥലങ്ങളും മുത്തശ്ശൻ്റെ കസ്റ്റഡിയിലായിരുന്നെങ്കിൽ ഈ ആൽമരം എൻ്റേത് മാത്രമായിരുന്നു. Grandmother used to tease him about this and would speak of a certain Countess of Desmond, an English woman who lived to the age of 117 and would have lived longer if she hadn't fallen while climbing an apple tree. And grandmother also teased grandfather, saying something. What was that? Yeah, grandmother used to say the story of a Countess of Desmond, who died at the age of 117 when she tried to climb an apple tree. മുത്തശ്ശനെ മുത്തശ്ശി എല്ലായ്പ്പോഴും കളിയാക്കാറുണ്ടായിരുന്നു. 117 വയസ്സിൽ ആപ്പിൾ മരം കയറാൻ ശ്രമിക്കുന്നതിനിടെ അവിടെ നിന്ന് വീണ് മരണപ്പെട്ട ഒരു കൗണ്ടസിൻ്റെ പേര് പറഞ്ഞുകൊണ്ട്. ആൻഡ് ദ നെയിം ഓഫ് ദ കൗണ്ടസ് വാസ് കൗണ്ടസ് ഓഫ് ഡെസ്മണ്ട്. അവർ ആ 117 വയസ്സിൽ ആപ്പിൾ മരത്തിൻ്റെ മുകളിലോട്ട് വലിഞ്ഞ് കയറിയിട്ടില്ലായിരുന്നുവെങ്കിൽ അവർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടാവുമായിരുന്നു
എന്ന് പറഞ്ഞുകൊണ്ടാണ് മുത്തശ്ശി കളിയാക്കാറ്. The spreading branches of the banyan tree, which curved to the ground and took root again, forming a maze of arches, gave me endless pleasure. ആ പടർന്ന് പന്തലിച്ചിരിക്കുന്ന ബനിയൻ ട്രീയുടെ മുകളിൽ നിന്നും താഴോട്ട് വേരുകൾ വന്നിട്ട് ആ വേര് ഒരു മെയ്സ് ഷേപ്പിലുള്ള ആർച്ചസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദിസ് ഈസ് ദ പിക്ചർ ഓഫ് മെയ്സ്. സോ ഈ രീതിയിലുള്ള ആ ബനിയൻ ട്രീയുടെ വേരുകളുള്ള ഭംഗിയേറിയ കാഴ്ചകൾ അത് കാണുന്നത് കുട്ടിക്ക് ഒരുപാട് സന്തോഷം നൽകിയിരുന്നു. The tree was older than the house, older than grandfather, as old as the town of Dehra, nestling in a valley at the foothills of the Himalayas. So ആ ബനിയൻ ട്രീ അത് ഒരുപാട് പഴക്കം ചെന്ന ബനിയൻ ട്രീ ആയിരുന്നു. അവർ താമസിച്ചിരുന്ന വീടിനെക്കാട്ടിലും മുത്തശ്ശിനെക്കാട്ടിലും പ്രായമുണ്ടായിരുന്നു ആ ബനിയൻ ട്രീ. കൂടാതെ അവരുടെ ഡെഹ്റ എന്ന് പറയുന്ന പട്ടണത്തോളം പ്രായം ചെന്ന വളരെ ഓൾഡ് ആയിട്ടുള്ള ഒരു ബനിയൻ ട്രീ ആയിരുന്നു അത്. And that was situated in the foothills of Himalayas. ഹിമാലയത്തിൻ്റെ അടിയിൽ, ഹിമാലയത്തിൻ്റെ താഴ്വാരത്തിൽ ആ വടവൃക്ഷം അതിമനോഹരമായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ടായിരുന്നു. My first friend and familiar was a small gray squirrel. Arching his back and sniffing into the air, he seemed at first to resent my invasion of his privacy. അവിടെ ഉണ്ടായിരുന്ന എൻ്റെ ആദ്യത്തെ കൂട്ടുകാരൻ ഒരു വളരെ നന്നേയധികം ചെറുപ്പക്കാരനായിട്ടുള്ളൊരു യങ് ഗ്രേ സ്ക്യൂറൽ ആയിരുന്നു. ഒരു ചാര നിറത്തിലുള്ളൊരു അണ്ണാരക്കണ്ണനായിരുന്നു എൻ്റെ ആദ്യത്തെ ഫ്രണ്ട്. ആൽമരത്തിലെ അവൻ്റെ താമസ സ്ഥലത്തോട്ടുള്ള എൻ്റെ ഇൻവേഷൻ. വാട്ട് ഈസ് ഇൻവേഷൻ? ഇൻവേഷൻ പറഞ്ഞാൽ നമ്മൾ ആക്രമിച്ച് കയറുക, കടന്നു കയറുക എന്നൊക്കെയാണ് മീനിങ്. സോ എൻ്റെ കടന്നു കയറ്റം അവൻ ആദ്യം ഇഷ്ടപ്പെട്ടിരുന്നില്ല. He didn't like my invasion at first. What was his reaction? He was arching his back and was sniffing the air. അവൻ്റെ പുറം ആർച്ച് ഷേപ്പാക്കി വെച്ചിട്ടും അതുപോലെ നന്നായിട്ട് ബ്രീത്ത് ചെയ്തുകൊണ്ടൊക്കെ എൻ്റെ അവൻ്റെ പ്രൈവസിയിലോട്ടുള്ള ഇൻവേഷനെ ഇഷ്ടപ്പെടുന്നില്ല എന്നവൻ കാണിച്ചിരുന്നു. But when he found that I did not arm myself with a catapult or air gun, he became friendlier. പക്ഷെ അവന് പിന്നീട് എന്ത് മനസ്സിലായി? എൻ്റെ അടുത്ത് കാറ്റപ്പുൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കാക്കേനൊക്കെ ഓടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ദിസ് ഈസ് കാറ്റപ്പുൾട്ട്, ഓർ എയർ ഗൺ, മൃഗങ്ങളെയൊക്കെ വെടിവെക്കാൻ ഉപയോഗിക്കുന്ന ഗൺ, ദിസ് ഈസ് എയർ ഗൺ. ഈ കാറ്റപ്പുൾട്ടും എയർ ഗണ്ണും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല എന്നതും അവൻ മനസ്സിലാക്കിയ ശേഷം എന്തായി? അവൻ എൻ്റെ അടുത്ത് കൂടുതൽ ഫ്രണ്ട്ലി ആയി, എന്നോട് കൂടുതൽ അടുക്കാൻ വേണ്ടി തുടങ്ങി. And when I started leaving him pieces of cake and biscuits, he grew bolder and finally became familiar enough to take food from my hands. അങ്ങനെ ഞാൻ സ്ഥിരമായിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി തുടങ്ങി? എൻ്റെ ഈ യങ് ഗ്രേ സ്ക്യൂറലിന് ദിവസം എന്തിട്ട് കൊടുക്കും? പീസസ് ഓഫ് കേക്ക് ആൻഡ് ബിസ്ക്കറ്റ്സ്. കേക്കിൻ്റെയും ബിസ്ക്കറ്റിൻ്റെയൊക്കെ കുഞ്ഞു കുഞ്ഞു പീസുകൾ അണ്ണാരക്കണ്ണന് ഞാൻ എറിഞ്ഞു കൊടുക്കും. അങ്ങനെ അവൻ എന്തായി? എൻ്റെ അടുത്ത് പതിയെ പതിയെ ഫ്രണ്ട്ലി ആയി മാറാൻ വേണ്ടി തുടങ്ങി. ആൻഡ് the squirrel became friendlier enough to take food from my hands. അവസാനം എൻ്റെ കയ്യിൽ വന്നിട്ട് കയ്യിൽ നിന്നും ഫുഡ് കഴിക്കുന്ന അത്രയും അടുപ്പത്തിലായി, അത്രയും ഫ്രണ്ട്ലി ആയി ആ യങ് ഗ്രേ സ്ക്വിറൽ. Before long, he was delving into my pockets and helping himself to whatever he could find. He was a very young squirrel. Bond says, this new friend, the young gray squirrel, he began to delve into the pockets of Ruskin Bond. ഈ യങ് ഗ്രേ സ്ക്വിറൽ എന്ത് ചെയ്യായിരുന്നു? റസ്കിൻ ബോണ്ടിന്റെ പോക്കറ്റിലോട്ട് ചാടി കയറും. ടു ഫൈൻഡ് വാട്ട് എവർ ഹി കുഡ് ഫൈൻഡ്. വളരെ പെട്ടെന്ന് തന്നെ ഗ്രേ സ്ക്വിറൽ ബോണ്ടുമായിട്ട് ഒരുപാട് ഫ്രണ്ട്ലി ആവും, ബോയ് ആയിട്ട് ഒരുപാട് ഫ്രണ്ട്ലി ആവും. ഇവൻ വരുമ്പോഴേക്കും ഈ യങ് ഗ്രേ സ്ക്വിറൽ അവന്റെ പോക്കറ്റിലോട്ട് ചാടി കയറും, അവന് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഹി വാസ് വെരി യങ് സ്ക്വിറൽ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് പ്രോബബ്ലി തോട്ട് ഹിം headstrong and foolish for trusting a human being. And this squirrel was too young that his friends and relatives probably thought him headstrong or foolish enough to trust human being. റസ്കിൻ ബോണ്ട് പറയാണ്, ഇവൻ ഒരുപാട് യങ് ആയിരിക്കുന്ന ഒരു സ്ക്വിറൽ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇവന്റെ കളികൾ കാണുമ്പോൾ, ഇവനും ഞാനും തമ്മിലുള്ള ഈ ഫ്രണ്ട്ഷിപ്പ് കാണുമ്പോൾ, എൻ്റെ അടുത്തേക്ക് ഫുഡ് കഴിക്കാൻ വരുന്നു, എൻ്റെ പോക്കറ്റിലോട്ട് ചാടി കയറുന്നു, ഇതെല്ലാം കാണുമ്പോൾ ഇവൻ്റെ ഈ യങ് ഗ്രേ സ്ക്വിറലിൻ്റെ റിലേറ്റീവ്സും ഫ്രണ്ട്സും എന്ത് ചിന്തിച്ചിട്ടുണ്ടാവും? ദിസ് സ്ക്വിറൽ ഈസ് ഫൂളിഷ് ടു ട്രസ്റ്റ് ഹ്യൂമൻ ബീയിങ്സ്. മനുഷ്യരെ വിശ്വസിക്കാൻ മാത്രം ഒരു വിഡ്ഢിയാണല്ലോ ഇവൻ എന്ന് ഇവൻ്റെ റിലേറ്റീവ്സ് ചിന്തിച്ച് കാണും. ഓർ
His relatives might have thought him headstrong. ഇവനൊരു എടുത്തുചാട്ടക്കാരനാണ്, അല്ലെങ്കിൽ ഇവൻ മനുഷ്യന്മാരെ വിശ്വസിക്കുന്ന ഒരു വിഡ്ഢിയാണ് എന്ന് പറയാനുള്ള കാരണം എന്തായിരിക്കും? മനുഷ്യന്മാർ ചാൻസ് കിട്ടുമ്പോഴൊക്കെ മൃഗങ്ങളെ ഉപദ്രവിക്കാറുണ്ട് എന്നുള്ളൊരു ഇൻഡയറക്റ്റ് ആയിട്ടൊരു മെസ്സേജ് കൂടി റസ്കിൻ ബോണ്ട് ഈ വരികളിൽ എഴുതിയിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. In the spring, when the banyan tree was full of small red figs, birds of all kinds would flock into the branches, the red-bottomed bulbul, cheerful and greedy, gossiping rosy pastures, and parrots and crows, squabbling with each other all the time. ഇനി പറയുന്നത് സ്പ്രിംഗ് സീസൺ ആയി കഴിഞ്ഞാൽ ആ ബനിയൻ ട്രീയുടെ മുകളിൽ എന്തുണ്ടാവും? സ്മോൾ റെഡ് ഫിഗ്സ്, ചുവന്ന നിറത്തിലുള്ള ചെറിയ അത്തിപ്പഴം പോലെയുള്ള ഫ്രൂട്ട്സ് ഉണ്ടാവുന്ന ഒരു ടൈപ്പ് ബനിയൻ ട്രീ ആയിരുന്നു അത്. സോ ആ സ്മോൾ റെഡ് ഫിഗ്സ് കഴിക്കാൻ വേണ്ടിയിട്ട് വിവിധ തരത്തിലുള്ള പക്ഷികൾ ആ ബനിയൻ ട്രീയുടെ മേലേക്ക് പറന്നു വരാറുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു ആ പക്ഷികൾ? റെഡ് ബോട്ടംഡ് ബുൾബുൾ, ചിയർഫുൾ ആൻഡ് ഗ്രീഡി, ഗോസിപ്പിംഗ് റോസി പാസ്റ്റേഴ്സ്, പാരറ്റ്സ്, ക്രോസ്, ഇത്തരത്തിലുള്ള വിവിധ പക്ഷികൾ. റെഡ് ബോട്ടംഡ് ബുൾബുൾ, this is the picture of red bottomed bulbul, how it is described as cheerful and greedy. എല്ലായ്പ്പോഴും വളരെ ഹാപ്പി ആയിട്ട് ചിയർഫുൾ ആയിട്ട് കാണപ്പെടുന്ന ഒരു പക്ഷി. ആൻഡ് ഓൾസോ ഇറ്റ്സ് വെരി ഗ്രീഡി ബേർഡ്, ഭയങ്കര ആർത്തിയുള്ള ഒരു പക്ഷിയാണെന്നാണ് റസ്കിൻ ബോണ്ട് പറയുന്നത്. ദെൻ ഗോസിപ്പിംഗ് റോസി പാസ്റ്റേഴ്സ്, ഒരുപാട് ഗോസിപ്പുകളൊക്കെ പറഞ്ഞു നടക്കുന്ന പക്ഷി എന്നാണ് റോസി പാസ്റ്റേഴ്സിനെ വിളിക്കുന്നത്. ദിസ് ഈസ് റോസി പാസ്റ്റേഴ്സ്. കൂടാതെ പാരറ്റ്സ്, തത്തകളും കാക്കകളൊക്കെ അവിടെ നിറയെ വരുമായിരുന്നു, അവിടെ ഉണ്ടായിരുന്ന സ്മോൾ റെഡ് ഫിഗ്സ് കഴിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ദേ വർ സ്ക്വാബ്ലിംഗ് ഓൾ ദ ടൈം. വാട്ട് ഈസ് സ്ക്വാബ്ലിംഗ്? സ്ക്വാബ്ലിംഗ് മീൻസ് നോയ്സി ക്വാറലിംഗ്. അവ പരസ്പരം കലഹിക്കുമായിരുന്നു, ശബ്ദകോലാഹലം ഉണ്ടാക്കുമായിരുന്നു അത്തിപ്പഴം കഴിക്കാൻ വരുന്ന സമയങ്ങളിൽ. ഡ്യൂറിംഗ് ദ ഫിഗ് സീസൺ ദ ബനിയൻ ട്രീ വാസ് ദ നോയ്സിയസ്റ്റ് പ്ലേസ് ഓൺ ദ റോഡ്. ഈ ഫിഗ് സീസൺ ആയി കഴിഞ്ഞാൽ ആ പ്രദേശത്തെ ഏറ്റവും ശബ്ദമുഖരിതമായിട്ടുള്ള ഒരു സ്ഥലം ഈ ബനിയൻ ട്രീ ആയിരുന്നു. ഹാഫ് വേ അപ്പ് ദ ട്രീ ഐ ഹാഡ് ബിൽറ്റ് എ സ്മോൾ പ്ലാറ്റ്ഫോം ഓൺ വിച്ച് ഐ വുഡ് ഓഫൺ സ്പെൻഡ് ദി ആഫ്റ്റർനൂൺസ് വെൻ ഇറ്റ് വാസൻ ടു ഹോട്ട്. ഈ ബനിയൻ ട്രീയുടെ മുകളിലായിട്ട് പാതി വഴിക്കലായിട്ട് ഹാഫ് വേ അപ്പ് ദ ട്രീ ദ ബോയ് ഹാഡ് ബിൽറ്റ് എ പ്ലാറ്റ്ഫോം. ഈ ബോയ് ഒരു പ്ലാറ്റ്ഫോം നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ദ ബോയ് യൂസ്ഡ് ടു സ്പെൻഡ് ഹിസ് ആഫ്റ്റർനൂൺസ് വെൻ ഇറ്റ് വാസൻ ടു ഹോട്ട്. നന്നേ ചൂടില്ലാത്ത ദിവസങ്ങളിൽ അവന്റെ ഉച്ച സമയങ്ങൾ അവൻ ആ ബനിയൻ ട്രീയുടെ മേലെ നിർമ്മിച്ചിട്ടുള്ള പ്ലാറ്റ്ഫോമിലായിരുന്നു സ്പെൻഡ് ചെയ്തിരുന്നത്. ഐ കുഡ് റീഡ് ദെയർ പ്രോപ്പിംഗ് മൈസെൽഫ് അപ്പ് അഗെയിൻസ്റ്റ് ദ ബോൾ ഓഫ് ദ ട്രീ വിത്ത് കുഷൻസ് ടേക്കൺ ഫ്രം ദ ഡ്രോയിങ് റൂം. വാട്ട് ദ ബോയ് ഡിഡ് ഫ്രം ദെയർ, ഹി സേസ്, he used to read books from there. Halfway up the tree, he made a platform so that he could read books from there. Treasure Island, Huckleberry Finn, the Mowgli stories, and the novels of Edgar Rice Burroughs and Louisa May Alcott made up my bag of very mixed reading. So which were the books that the boy used to read from the banyan tree? അവൻ അവിടെ നിന്ന് വായിക്കാറുണ്ടായിരുന്ന പുസ്തകങ്ങൾ ട്രഷർ ഐലൻഡ്, ഹക്കിൾബെറി ഫിൻ, ദ മൗഗ്ലി സ്റ്റോറീസ് and the novels of Edgar Rice Burroughs and Louisa May Alcott. ഇത്രയും റൈറ്റേഴ്സിന്റെ വളരെ വ്യത്യസ്തമായിട്ടുള്ള പുസ്തകങ്ങൾ, കുട്ടികൾക്ക് വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റുന്ന പുസ്തകങ്ങളാണ് ഇവയെല്ലാം. ഈ പുസ്തകങ്ങളെല്ലാം ആ ബോയ് അവിടെ ഇരുന്നുകൊണ്ട് വായിക്കുമായിരുന്നു. When I did not feel like reading, I could look down through the banyan leaves at the world below, at grandmother hanging up or taking down the washing, at the cook quarreling with a fruit vendor, or at grandfather grumbling at the hardy Indian marigolds which insisted on springing up all over his very English garden. Boy says when he did not feel like reading, he used to sit there on the banyan tree and look through the leaves into the world below. He could see his grandmother taking down or putting washing, or he could see the cook quarreling with the fruit vendor. He sat there looking at his grandfather grumbling at the Indian hardy marigold flowers. ഉച്ച സമയങ്ങളിൽ ബോയ്ക്ക് പുസ്തകം വായിക്കാൻ തോന്നാതിരിക്കുമ്പോൾ അവൻ ആ ബനിയൻ ട്രീയുടെ മുകളിൽ ഇരുന്നു കൊണ്ട് താഴെയുള്ള ലോകം മുഴുവൻ നോക്കി വീക്ഷിക്കും. ആ സമയങ്ങളിൽ അവൻ കാണാറ് ഒന്നുകിൽ അവന്റെ മുത്തശ്ശി അലക്കിയ വസ്ത്രങ്ങൾ എടുത്തു വെക്കുന്നതോ അല്ലെങ്കിൽ തൂക്കിയിടുന്നതോ കാണാൻ സാധിക്കുമായിരുന്നു, അല്ലെങ്കിൽ അവന്റെ വീട്ടിലെ കുക്ക് ഫ്രൂട്ട് കച്ചവടക്കാരനുമായി ക്വാറൽ ചെയ്യുന്നത് കാണാമായിരുന്നു. Or sometimes he was able to see
ഹിസ് ഗ്രാൻഡ് ഫാദർ അല്ലെങ്കിൽ അവൻ്റെ മുത്തശ്ശൻ ഉണ്ടാക്കിയിട്ടുള്ള ഇംഗ്ലീഷ് ഗാർഡൻ, ഇംഗ്ലീഷ് ചെടികൾ മാത്രം വെച്ച് പിടിപ്പിച്ചിരുന്ന മുത്തശ്ശൻ്റെ ഗാർഡനിൽ ഇന്ത്യൻ ഹാർഡി മാരിഗോൾഡ്സ് ഫ്ലവേഴ്സ് പൂത്തു നിൽക്കുമ്പോൾ അദ്ദേഹം അതിനോട് വഴക്കടിക്കുന്നതായിട്ടും ഒക്കെ ആ കുട്ടിക്ക് ആ ആൽമരത്തിൽ ഇരുന്നു കൊണ്ട് കാണാൻ വേണ്ടി സാധിച്ചിരുന്നു. Usually nothing very exciting happened while I was in the banyan tree, but on one particular afternoon I had enough excitement to last me through the summer. സാധാരണയായി ആ ബനിയൻ ട്രീയിൽ ഇരിക്കുന്ന ദിവസങ്ങളിൽ പ്രത്യേകിച്ച് എക്സൈറ്റിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ഒന്നും തന്നെ ഉണ്ടാവുമായിരുന്നില്ല. ബട്ട് ഓൺ വൺ പെർട്ടിക്കുലർ ഡേ, ഒരു പ്രത്യേക ദിവസം ആ സമ്മർ സീസൺ മുഴുവൻ അവൻ ഓർത്തിരിക്കാൻ പറ്റുന്ന അത്രയും എക്സൈറ്റിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് അവൻ ഉണ്ടാവുകയാണ്. That was the time I saw a mongoose and a cobra fight to death in the garden while I sat directly above them in the banyan tree. കുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, what was that? Yeah, it was the fight between the cobra and a mongoose. ഈ ബോയ് ഇരിക്കുന്ന ബനിയൻ ട്രീയുടെ തൊട്ടു താഴെ നിന്ന് ഒരു കോബ്രയും ഒരു മംഗൂസും അവരുടെ ജീവൻ മരണ പോരാട്ടം ഒരു ദിവസം കുട്ടി കാണാൻ ഇടയാവുന്നു. That was the most exciting experience he had while sitting on that banyan tree. It was an April afternoon and the warm breezes of approaching summer had sent everyone including grandfather indoors. It was an April afternoon. April മാസത്തിലെ ഒരു ഉച്ചസമയം. The warm breeze of approaching summer had sent everyone indoors including grandfather. സമ്മർ സീസൺ അടുത്തത് കാരണം നല്ല ഉഷ്ണക്കാറ്റ്, ചൂട് കാറ്റടിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് മുത്തശ്ശനടക്കമുള്ള എല്ലാവരും വീടിനകത്തോട്ട് പോയി കഴിഞ്ഞിരുന്നു. I was feeling drowsy myself and was wondering if I should go to the pond behind the house for a swim when I saw a huge black cobra gliding out of a clump of cactus and making for some cooler part of the garden. The boy says he was feeling drowsy. കുട്ടി ചെറിയൊരു ഉറക്കച്ചടവോട് കൂടി ഇരിക്കുകയായിരുന്നു. He was feeling sleepy and he was thinking whether he should go to the pond behind the house and have a swim. വീടിന് പുറകിലുള്ള കുളത്തിൽ പോയിട്ടൊന്ന് നീന്തിയാലോ എന്ന് ബോയ് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. At that time, the boy saw a black cobra gliding through the clump of cactus. കള്ളിമുൾ ചെടിയുടെ കൂട്ടത്തിനിടയിൽ കൂടി ഇഴഞ്ഞു വരുന്ന ഒരു കറുപ്പ് നിറമുള്ള ഒരു മൂർഖൻ, a black cobra, ആ സമയത്ത് കുട്ടി കാണാൻ ഇടയാവുന്നു. And it was making some cooler part of the garden. ഗാർഡനിലെ തണുപ്പുള്ള സ്ഥലം നോക്കി വന്നതായിരുന്നു കോബ്ര. At the same time, a mongoose, whom I had often seen, emerged from the bushes and went straight from the cobra. അതേസമയം തന്നെ ഒരു മംഗൂസ് ബുഷസിനിടയിൽ നിന്നും ചാടി വരുന്നു. അവൻ നേരെ കോബ്രയുടെ അടുത്തോട്ട് ചെല്ലുന്നു. In a clearing beneath the tree, in bright sunshine, they came face to face. അങ്ങനെ ട്രീയുടെ തൊട്ട് താഴെയുള്ള ഓപ്പൺ സ്പേസിൽ അവർ രണ്ടുപേരും മുഖാമുഖം ഫൈറ്റ് ചെയ്യാൻ പോവുകയാണ്. Cobra knew only too well that the grey mongoose, 3 feet long, was a superb fighter, clever and aggressive. But the cobra was skillful and experienced fighter too. He could move swiftly and strike with the speed of light, and the sacs behind his long, sharp fangs were full of deadly venom. Boy says Cobra knew that the mongoose, 3 feet long, was a superb fighter. ഈ 3 അടി നീളമുള്ള ഈ ചാരനിറത്തിലുള്ള കീരി വളരെ ഗംഭീരമായിട്ടുള്ളൊരു ഫൈറ്ററാണെന്ന് കോബ്രയ്ക്ക് അറിയാമായിരുന്നു. ക്ലവർ ആൻഡ് അഗ്രസീവ്, അവൻ വളരെ ബുദ്ധിശാലിയും വളരെയധികം ആക്രമണകാരിയാണ് എന്ന് കോബ്രയ്ക്ക് അറിയാം. But the cobra was skillful and experienced fighter too. കോബ്രയും വളരെ സ്കിൽഫുൾ ആയിട്ടുള്ള വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫൈറ്റർ ആയിരുന്നു. He could move swiftly and strike with the speed of light, and the sacs behind his long sharp fangs were full of deadly venom. വളരെ സ്വിഫ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ കോബ്രയ്ക്ക് സാധിക്കുമായിരുന്നു. വളരെ ചടുലമായിട്ടുള്ള മൂവ്മെന്റ് ഉള്ള ഒരു സ്പീഷീസ് ആണ് കോബ്ര. And he could strike with the speed of light. പ്രകാശത്തിന്റെ അത്രയും വേഗതയിൽ സ്ട്രൈക്ക് ചെയ്യാനുള്ള, ഇരകളെ കൊത്താനുള്ള കഴിവ് കോബ്രയ്ക്കുണ്ട് എന്നാണ് പറയുന്നത്. കൂടാതെ അതിന്റെ ഫാങ്സിന് പുറകിലുള്ള, ഫാങ്സ് പറഞ്ഞാൽ വിഷപ്പല്ല്, വിഷപ്പല്ലിന് പുറകിലുള്ള സാക്സ് പറഞ്ഞാൽ സഞ്ചി, ആ വിഷസഞ്ചിക്കകത്ത് ഫുൾ ഓഫ് ഡെഡ്ലി വെനം, അത്യുഗ്രമായിട്ടുള്ള വിഷം തന്റെ വിഷപ്പല്ലിന് പുറകിലുള്ള സഞ്ചികളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് കോബ്ര. ഇറ്റ് വാസ് ടു ബി എ ബാറ്റിൽ ഓഫ് ചാമ്പ്യൻസ്. ചാമ്പ്യന്മാരുടെ പോരാട്ടമാണ് ഇനി നടക്കാൻ പോകുന്നത്.
The next episode is a brutal fight between the cobra and the mongoose. അടുത്ത ഭാഗത്തിൽ കോബ്രയും മംഗൂസും തമ്മിലുള്ള ഭയങ്കരമായിട്ടുള്ള ഫൈറ്റാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. And we'll continue that part in the next video. Part 2 വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി ചെയ്യുന്നതായിരിക്കും. And I hope you liked the video. ക്ലാസ് നന്നായിട്ട് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ please subscribe my channel and put down the comment below if you liked it. Please share this video with your friends. We'll see you in the next video. Take care. Bye bye. Stay safe.